ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. വചനപ്പുലരിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 44-ാമത്തെ തിരുവചനം. ഇതാ, നിൻ്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. സ്നേഹമുള്ളവരെ, പരിശുദ്ധ ദൈവമാതാവ് എലിസബത്തിൻ്റെ അടുത്തേക്ക് കടന്നു ചെന്നപ്പോൾ എലിസബത്ത് പരിശുദ്ധ അമ്മയോട് പറയുന്ന ഒരു കാര്യമാണ്, ഒരു വചനമാണ് ഈ വചനം. പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എലിസബത്തിൻ്റെ അടുത്തേക്ക് കടന്നു ചെന്നപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാം ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും എത്രയോ പേരോട് സംസാരിക്കുന്നു, എത്രയോ സ്ഥലങ്ങളിൽ പോകുന്നു, എത്രയോ പേരെ കണ്ടുമുട്ടുന്നു. നമ്മൾ മുഖാന്തരം എത്രയോ പേര് അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളുടെ വാക്കുകൾ, നമ്മളുടെ സംസാരം, നമ്മളുടെ സാമീപ്യം എത്രയോ പേര് ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളുടെ സാമീപ്യവും സംസാരവും ഒക്കെ പലർക്കും വേദനകളാണ് ഉണ്ടാകുന്നത്. എന്നാൽ നമ്മളാൽ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുവാനും നമ്മളിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ കിട്ടുവാനുമാണ് പലരും ആഗ്രഹിക്കുന്നതും കർത്താവ് ആഗ്രഹിക്കുന്നതും. അപ്പോൾ ആയതുകൊണ്ട് നമ്മൾ കടന്നു ചെല്ലുന്ന സ്ഥലങ്ങൾ, നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, നമ്മൾ സംസാരിക്കുന്ന വ്യക്തികൾ, ഇവരെല്ലാം പരിശുദ്ധാത്മാവിൽ നിറയാനും അവർക്കെല്ലാം ദൈവത്തെ കൊടുക്കുവാനും നമ്മൾക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ.